കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഡിജിറ്റൽ യുദ്ധക്കളങ്ങളിൽ കൊടുങ്കാറ്റഴിച്ചുവിട്ട ആ പേര് ഇനി BJP IT സെല്ലിന്റെ അമരത്തുണ്ടാകില്ല. അതെ, അമിത് മാളവ്യ പടിയിറങ്ങുകയാണ്. നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ സാമ്രാജ്യത്തിന്റെ ആണിക്കല്ല്. ശതകോടിക്കണക്കിന് മനുഷ്യരിലേക്ക് പാർട്ടിയുടെ രാഷ്ട്രീയ ബോധത്തെ പ്രതിഷ്ഠിച്ച പ്രധാന തന്ത്രജ്ഞൻ. സോഷ്യൽ മീഡിയയിലെ ആരും ഭയക്കുന്ന BJPയുടെ ആ വലിയ കൺട്രോൾ റൂം ഇനി മാളവ്യയുടെ കൈകളിൽ ഭദ്രമല്ല. BJP സംഘടന പുനഃസംഘടനയുടെ ഭാഗമായി ദീപക് മസ്കയെ പുതിയ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഇത് കേവലം ഒരു വ്യക്തിയുടെ മാത്രമല്ല, മറിച്ച് BJPക്കും നരേന്ദ്രമോദിക്കും സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയുടെ തുടക്കമാണോ എന്നാണ് രാഷ്ട്രീയ ലോകം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലത്തെ ഇന്ത്യൻ ഡിജിറ്റൽ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരേടാണ് ഈ പടിയിറക്കത്തോടെ ചർച്ചയാകുന്നത്. 2015 BJP IT സെൽ കൺവീനറായി ചുമതലയേറ്റ മാളവ്യയുടെ നേതൃത്വത്തിൽ BJP രാജ്യത്തെ ഏറ്റവും ശക്തമായ ഡിജിറ്റൽ സംവിധാനം കെട്ടിപ്പടുത്തുവെങ്കിലും തെറ്റായ വിവരങ്ങളുടെ വ്യാപനം, വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ, തുടർച്ചയായ നിയമ പോരാട്ടങ്ങൾ എന്നിവയാൽ വിവാദഭരിതമായിരുന്ന കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയത്. ഒരു കോർപ്പറേറ്റ് ബാങ്കിംഗ് പശ്ചാത്തലത്തിൽ നിന്നാണ് അമിത് മാളവ്യ രാഷ്ട്രീയത്തിന്റെ ഇടനാഴികളിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ വേഗത്തിൽ വോട്ടർമാരുടെ സൈക്കോളജി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ ഡാറ്റാധിഷ്ഠിതവും ആസൂത്രിതവുമായ ഒരു ഡിജിറ്റൽ യുദ്ധക്കളമാക്കി മാറ്റി എന്നതാണ് മാളവ്യയുടെ ഏറ്റവും വലിയ സവിശേഷത. മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ പരിശോധനകളെയും മുഖ്യധാര പത്രപ്രവർത്തനത്തെയും പൂർണ്ണമായി മറികടന്ന് പാർട്ടി ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ നേരിട്ട് വോട്ടർമാരുടെ ഫോണിലേക്ക് എത്തിക്കാനുള്ള വിപ്ലവകരമായ മാറ്റത്തിന് അദ്ദേഹം തുടക്കമിട്ടു. BJPയുടെ IT സെല്ലിനെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഡിജിറ്റൽ നെറ്റ്വർക്കുകളിൽ ഒന്നാക്കി മാറ്റിയത് മാളവ്യയുടെ മേൽനോട്ടത്തിലാണ്. രാജ്യത്തെ ഓരോ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലം വരെ നീളുന്ന ഏകദേശം 50 ലക്ഷത്തിലധികം വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ഭീമാകാരമായ ശൃംഖലയാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. ഇതിനൊപ്പം ലക്ഷക്കണക്കിന് സോഷ്യൽ മീഡിയ വോളണ്ടിയർമാരും അഹോരാത്രം പ്രവർത്തിച്ചു. പാർട്ടി ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ തയ്യാറാക്കുന്ന ഓരോ രാഷ്ട്രീയ സന്ദേശമോ ആഖ്യാനമോ മിനിറ്റുകൾക്കുള്ളിലാണ് കോടിക്കണക്കിന് വോട്ടർമാരുടെ വിരൽത്തുമ്പിലേക്ക് ഒരേ സമയം എത്തിച്ചത്. ഈ സംവിധാനത്തിന് അത് സാധിച്ചു. അതിനേക്കാൾ അപകടകരവും കാര്യക്ഷമവുമായ മറ്റൊരു രീതിയും അദ്ദേഹം നടപ്പിലാക്കി: മൈക്രോ ടാർഗറ്റിംഗ്. വോട്ടർമാരെ വയസ്സ്, പ്രദേശം, ജാതി, തൊഴിൽ, അവരുടെ രാഷ്ട്രീയ മുൻഗണനകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് ഓരോ ഗ്രൂപ്പിനും അനുയോജ്യമായ പ്രത്യേക ഉള്ളടക്കങ്ങൾ നിർമ്മിച്ചു നൽകി. വോട്ടർമാരുടെ ചിന്തകളെ കൃത്യമായി സ്വാധീനിക്കാൻ BJPയെ സഹായിച്ചത് ഈ സാങ്കേതിക മുന്നേറ്റമായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളെയും എഡിറ്റോറിയൽ പരിശോധനകളെയും പൂർണ്ണമായി മറികടന്ന പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ വോട്ടർമാരിലേക്ക് നേരിട്ടെത്തിക്കാൻ ഇത് BJPക്ക് വലിയ മുൻതൂക്കം നൽകി. എന്നാൽ ഈ അത്യാധുനിക സംവിധാനം കേവലം പാർട്ടിയുടെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ മാത്രമല്ല ഉപയോഗിക്കപ്പെട്ടത് എന്ന വിമർശനം തുടക്കം മുതലേ ശക്തമായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ നടത്താനും ഏകപക്ഷീയമായ രാഷ്ട്രീയ ആഖ്യാനങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഈ ഡിജിറ്റൽ നെറ്റ്വർക്ക് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇന്ത്യയിൽ സ്വതന്ത്ര ഫാക്ട് ചെക്കിംഗ് പോർട്ടലുകൾക്ക് ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടി വന്നത് അമിത് മാളവ്യ പങ്കുവച്ച പോസ്റ്റുകളിലായിരുന്നു. പല സന്ദർഭങ്ങളിലും പ്രതിപക്ഷ നേതാക്കളുടെ വ്യാജവും മാറ്റങ്ങൾ വരുത്തിയതുമായ വീഡിയോകൾ BJP തന്ത്രങ്ങളുടെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെട്ടു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെയും പ്രസംഗത്തിൽ നിന്ന് സന്ദർഭത്തിന് വിരുദ്ധമായ ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് പ്രചരിപ്പിച്ച് അവരെ പരിഹാസ്യരാക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപം നിരന്തരം മാളവ്യക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് 2020 ചരിത്രപരമായ കർഷക സമരകാലത്താണ്. സമരം ചെയ്ത കർഷകന് നേരെ പോലീസ് ലാത്തി വീശുന്ന ദൃശ്യം പങ്കുവെച്ചുകൊണ്ട് മാളവ്യ നടത്തിയ പ്രചാരണം യഥാർത്ഥ വസ്തുതകളെ വളച്ചൊടിച്ചതാണെന്ന് കണ്ടെത്തി. തുടർന്ന് അന്താരാഷ്ട്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ നേതാവിന്റെ പോസ്റ്റിന് മാനിപ്പുലേറ്റഡ് മീഡിയ എന്ന ലേബൽ ഔദ്യോഗികമായി പതിപ്പിച്ചു. ചരിത്രത്തെ വളച്ചൊടിച്ചും തെറ്റായി വ്യാഖ്യാനിച്ചുമുള്ള ആഖ്യാനങ്ങൾ BJP പ്രചാരണങ്ങളുടെ മുഖമുദ്രയായിരുന്നു. അതിന്റെ പ്രധാന പ്രചാരകനായും മാളവ്യ രംഗത്തുണ്ടായിരുന്നു.
ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വ്യക്തി ജീവിതത്തെ അപകീർത്തിപ്പെടുത്താൻ വിവിധ വനിതകളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ദുരുദ്ദേശപരമായി പ്രചരിപ്പിച്ചു. എന്നാൽ ആ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത് നെഹ്റുവിന്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ്, സഹോദരി പുത്രി നയൻതാര സെഹ്ഗാൾ, പ്രമുഖ നർത്തകി മൃണാളിനി സാരാഭായ് എന്നിവരായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി. ഇതിനു പുറമെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഹിന്ദുത്വ സംഘടനകൾ വഹിച്ച പങ്കിനെ ഉയർത്തിക്കാട്ടാനും കോൺഗ്രസ് മുന്നേറ്റങ്ങളെ ചെറുതാക്കി കാണിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചില അപൂർണ ചരിത്ര രേഖകൾ പങ്കുവച്ചു. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഹിന്ദു മഹാസഭയും സവർക്കറും എതിർത്തതിന്റെയും ബ്രിട്ടീഷ് സർക്കാരുമായി സഹകരിച്ചതിന്റെയും ചരിത്ര രേഖകൾ പുറത്തു വന്നു. നേതാജിയെ കോൺഗ്രസും നെഹ്റുവും നിരന്തരം ചാരപ്രവർത്തനത്തിന് വിധേയമാക്കി എന്ന പ്രചാരണമായിരുന്നു മറ്റൊന്ന്. ഈ വിഷയങ്ങളിൽ പുറത്തു വന്ന പല രേഖകളും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയതാണെന്ന് പിന്നീട് വ്യക്തമാക്കപ്പെട്ടു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ നിരവധി സംസ്ഥാനങ്ങളിൽ മാളവ്യ നിയമ നടപടികൾ നേരിട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് അമിത് മാളവ്യക്കെതിരെ IPC സെക്ഷൻ 153A, 120B, 505(2) എന്നിവ പ്രകാരം കേസെടുത്തിരുന്നു. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രകോപനപരമായ പ്രചാരണങ്ങളുടെ പേരിൽ കൊൽക്കത്തയിലും മാളവ്യക്കെതിരെ പരാതികൾ ഉയർന്നു. പിന്നീട് RSS പ്രവർത്തകനായ ശന്തനു സിൻഹ ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്ന് മാളവ്യ കോടതിയെ സമീപിച്ച് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഷഹീൻ ബാഗ് പ്രക്ഷോഭം, JNU സമരം, കോവിഡ് കാലത്തെ തബ്ലീഗി ജമാഅത്ത് വിവാദം എന്നിവയിലൊക്കെ IT സെൽ നടത്തിയ പ്രചാരണങ്ങൾ സാമുദായിക ധ്രുവീകരണത്തിന് ആക്കം കൂട്ടിയതായി വിലയിരുത്തപ്പെടുന്നു. സമരക്കാരെ രാജ്യവിരുദ്ധർ എന്നും തുക്കടെ തുക്കടെ ഗ്യാങ് എന്നും മുദ്രകുത്തി പൊതുസമൂഹത്തിൽ അവിശ്വാസവും വിദ്വേഷവും പടർത്താൻ IT സെല്ലിന്റെ ഔദ്യോഗിക അനൌദ്യോഗിക അക്കൗണ്ടുകൾ മുൻപന്തിയിലുണ്ടായിരുന്നു. മെറ്റ, ഗൂഗിൾ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ നൽകി വോട്ടർമാരെ മൈക്രോ ടാർഗറ്റിംഗ് ചെയ്യുന്ന അത്യാധുനിക സംവിധാനം BJPക്ക് ഉണ്ടാക്കി കൊടുത്തുവെങ്കിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഫാക്ട് ചെക്കിംഗ് പ്രതിരോധവും സോഷ്യൽ മീഡിയയിലെ ആക്രമണാത്മക ശൈലി ഉണ്ടാക്കിയ പ്രതിച്ഛായ നഷ്ടവും മാളവ്യയ്ക്ക് തിരിച്ചടിയായി. BJP ലീഡർഷിപ്പ് പുതിയ ശൈലി തേടുന്നതിന്റെ ഭാഗമായി ദീപക് മസ്കയെ ചുമതലയേൽപ്പിക്കുമ്പോൾ അത് ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. എന്നാൽ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പരമോന്നത കേന്ദ്രമായ IT സെല്ലിൽ നിന്ന് മാളവ്യ പടിയിറങ്ങുമ്പോൾ മോദിക്കും BJPക്കും സംഭവിക്കുന്നത് പരിഹരിക്കാനാവാത്ത ഒരു വലിയ നഷ്ടമാണ്. 10 വർഷം കൊണ്ട് മാളവ്യ സൃഷ്ടിച്ചെടുത്ത ഈ നെറ്റ്വർക്കിന് പകരക്കാരനാകാൻ പുതിയ നേതൃത്വത്തിന് സാധിക്കുമോ? മെറ്റ, ഗൂഗിൾ തുടങ്ങി ഡിജിറ്റൽ ലോകത്തെ വമ്പന്മാരെ ഉപയോഗിച്ച് BJP നടപ്പാക്കിയ തന്ത്രങ്ങൾ ഇനി പഴയതുപോലെ ഫലപ്രദമാകുമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡിജിറ്റൽ അപവാദ പ്രചാരണങ്ങളുടെയും സൈബർ ധ്രുവീകരണത്തിന്റെയും മായാത്ത മുദ്രകൾ അവശേഷിപ്പിച്ച അമിത് മാളവ്യ പടിയിറങ്ങുമ്പോൾ BJPയുടെ ഡിജിറ്റൽ സാമ്രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം BJPയുടെ ഡിജിറ്റൽ യുദ്ധക്കളത്തിലെ പ്രധാന ആസൂത്രകനായിരുന്ന അമിത് മാളവ്യ ബൂത്ത് തലം വരെ എത്തുന്ന 50 ലക്ഷത്തിലധികം വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ശൃംഖല നിർമ്മിച്ചും വോട്ടർമാരെ തരം തിരിച്ചുള്ള മൈക്രോ ടാർഗറ്റിംഗ് തന്ത്രങ്ങൾ നടപ്പാക്കിയും പാർട്ടിയുടെ സന്ദേശങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ ഈ അഗ്രസീവ് ഡിജിറ്റൽ ശൈലി വലിയ രീതിയിലുള്ള പ്രതിച്ഛായാ നഷ്ടത്തിനും തുടർച്ചയായ നിയമ പോരാട്ടങ്ങൾക്കും ഫാക്ട് ചെക്കിംഗ് വിവാദങ്ങൾക്കും വഴിവെച്ചു. ഈ സാഹചര്യത്തിൽ IT സെൽ നേതൃത്വത്തിൽ ദീപക് മസ്കയെ പ്രതിഷ്ഠിക്കുന്നത് കേവലം ഒരു വ്യക്തിമാറ്റമല്ല, അത് ഡിജിറ്റൽ പ്രചാരണ ശൈലി മാറ്റുന്നതിന്റെ സൂചനയാണ്. ഇതോടൊപ്പം കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന കൂടി നടക്കുമ്പോൾ പരമ്പരാഗത ആഖ്യാന രീതികളിൽ നിന്ന് മാറി ഭരണ നേട്ടങ്ങൾക്കും വികസനത്തിനും ഊന്നൽ നൽകുന്ന ഒരു പുതിയ രാഷ്ട്രീയ ശൈലിയിലേക്ക് BJP ചുവടുമാറ്റുകയാണെന്ന് കരുതേണ്ടി വരും.